പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മന്തിയും ബിരിയാണിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റൈസാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ ഒരു കുക്കർ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ അളവിലാണ് ചിക്കൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ക്യാപ്സിക്കവും ഒരു വലിയ സവോളയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 2 ടീസ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കൈപ്പിടിയോളം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും ഒരു 1/4 കപ്പോളം തൈരും ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് മന്തി മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിത് വീട്ടിൽ തന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള മസാല. ഇതിന് പകരം നിങ്ങളിപ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന അറബിക് മസാല ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഫ്രഷ് ആയിട്ടുള്ളത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും ഒക്കെ. മന്തി മസാല 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂണോളം ബിരിയാണി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിത് മൂടി വെച്ച് ഒരു മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ അത് വേവിച്ചെടുത്തിട്ടുള്ളത്. 1 മണിക്കൂറിന് ശേഷം ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒറ്റ വിസിൽ നമുക്കിത് അടുപ്പിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ചപ്പോൾ കുക്കർ ഓഫാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ ഏലക്കായ, 3-4 ഗ്രാമ്പൂ, 3-4 കഷ്ണം പട്ട എന്നിവ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് ഒരു തിള വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് അരി കഴുകി ചേർത്ത് കൊടുക്കാം. 1 മണിക്കൂറൊന്ന് കുതിർത്തെടുത്ത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുള്ള ബസ്മതി റൈസാണ്. ഞാൻ ഗോൾഡൻ സല്ലാർ റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കിലോ അളവിലാണ് അരി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ഒന്നങ്ങ് വേവിച്ചെടുക്കണം. അരി വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. കുക്കറിലെ എയറൊക്കെ താനെ പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഇതാ നമ്മുടെ ചിക്കനൊക്കെ പാകത്തെ വേവായി വന്നിട്ടുണ്ട്. ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. റൈസൊക്കെ നമ്മൾ വേവിച്ചെടുത്തതാണല്ലോ, അപ്പോൾ ഇനി ഒന്ന് ദം ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് തുറന്ന് വെച്ചതാ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ലൊരു ഗ്രേവി പോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത്രയും വറ്റിയാൽ മതി കേട്ടോ. കുറച്ചൊരു ഗ്രേവി അതിൽ ഇരുന്നോട്ടെ. ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് എല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് കുറച്ച് പച്ചമുളകൊന്ന് കുത്തി വെച്ച് കൊടുക്കാം. ഇനി കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വിസിലൊക്കെ ഒന്ന് വരാനാവുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. വിസിൽ അടുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. വിസിലൊക്കെ ഒന്ന് വരാനായിട്ട് തുടങ്ങുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അങ്ങ് മാറ്റി വയ്ക്കാം. കുക്കർ ഞാൻ വിസിൽ വരാനായപ്പം ഫ്ലെയിം ഓഫാക്കി ഗ്യാസ് അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തൊന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം. ഇത് രണ്ടൊന്ന് വറവായി വന്നു കഴിയുമ്പം കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഈ ക്യാരറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ക്യാരറ്റ് ഒന്നങ്ങ് മൊരിഞ്ഞ് വരുന്ന സമയത്ത് ഒന്നും കൂടെ ഒരു ക്രിസ്പിനെസ്സും ഒരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിത് പാനിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ എയറൊക്കെ ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ചോറ് മിക്സ് ചെയ്യാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാകത്തെ വേവൊക്കെ ആയി കിട്ടിയിട്ടുണ്ട്. ചിക്കനും ചോറൊക്കെ പാകത്തൊരു വേവായി കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കാഷ്യൂനട്ട്, ഉണക്കമുന്തിരിയും ക്യാരറ്റൊക്കെ ഒന്ന് വറുത്തെടുത്തിരുന്നല്ലോ, ആ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റും കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയൊക്കെ ഉണ്ടല്ലോ, അതുകൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ട് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ചോറ് വിളമ്പിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ടാണ് ഗാർണിഷ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ചോറാണ് കേട്ടോ. ഇത് ഈ ഒരു പെരുന്നാളിനോ അതല്ലെങ്കിൽ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.